AR റഹ്മാൻ ആണോ? ആമാ. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനാണോ? ആമാ. അപ്പൊ ഇതാരാ? ഇത് അണ്ണൻ AR ഹനുമാൻ. ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. കാണാൻ വഴിയില്ല, കളർ ഗ്യാരണ്ടി കളറാ. അതുകൊണ്ടല്ലേ? സാറ് എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കേണ്ട വിരോധമില്ലല്ലോ. എന്താണ്? സാറിന് ആരാണ് സംഗീതം പഠിപ്പിച്ചത്? എനിക്ക് വന്ന് സംഗീതം ചൊല്ലിക്കൊടുത്തത് ചെമ്പൈ ഭാഗവതർ. ഓഹ്, ചെമ്പൈ ഭാഗവതരാണോ? ആമാ. അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാന്നറിയോ? ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ചൊല്ലിക്കൊടുത്തത് പിച്ചളൈ ഭാഗവതർ. അയ്യോ, അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ? അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അലുമിനിയം ഭാഗവതർ. അയ്യോ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം അറിയാവോ? അതെ. എങ്ങനെ അറിയാം? എനിക്ക് തമിഴ് അറിയാം. തമിഴ് അറിയാം, മലയാളം അറിയാം. തമിഴ് എങ്ങനെ അറിയാം? ഞാൻ കുറച്ചാള് ബോംബെയിലായിരുന്നു. ഓ, അത് ശരി. ഞാന് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ചെയ്യിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ആരും കേൾക്കാത്ത പാട്ട്? ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്തതായി? ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടു നോക്കി, അങ്ങനെ ഉണ്ടെന്ന് കേൾക്ക്. ശരി. അയ്യോ അയ്യോ, പാട്ടെവിടെ? പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ട് ഇന്ന് അവരാരും കേട്ടിട്ടില്ല. ഇത് പുഷ്പവിമാനം എന്ന് പറഞ്ഞ പാടത്തിലെ പാട്ടാണ്. ഓ, അത് ശരി. അയ്യോ, അത് പറ്റില്ല. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്തതെന്ന് എനിക്കിപ്പോ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അങ്ങനത്തെ ഒരു പാട്ട് വേണം. ശരി. നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ. മുറുക്കി പിടിച്ചിരുന്നോ? ശരി. അല്ലെങ്കിൽ തെറിച്ചു പോകും. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലിരിക്കും. പട്ടി കനാലിൽ പോണ സൗണ്ട്. ചിക്കപ്പൊക്ക് ചിക്കപ്പൊക്ക് റേലേ കല്ലക്കെട്ട് പാടുന്ന സ്റ്റൈലേ ചിക്കവാറ് ചിക്കവാറ് മയിലേ ഇപ്പൊ അടിക്കൂലു. അയ്യോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ വേറൊരു വെറൈറ്റി വേണം. വെറൈറ്റി വേണം. വെറൈറ്റി ആയിരിക്കണം. വെറൈറ്റി. ഇത് വെറൈറ്റി ആക്കണം. അതെ അതെ. പാടിത്തരാം. ചിക്കപ്പൊക്ക് റേലേ കലക്കില സ്റ്റൈലേ ചിക്കവാറ് ചിക്കവാറ് മയിലേ ജീൻസ് പാന്റ് ഇട്ടിട്ട് മോട്ടോർ സൈക്കിളിലാണ് ശബരിമല അയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊന്നും പറ്റില്ല. വേറൊരു വെറൈറ്റി വേണം. സാധാരണ ഈ മാപ്പിളപ്പാട്ടുകളിലേക്ക് ഒരു ലൈനിൽ ചെയ്യാറില്ലേ? മാപ്പിളപ്പാട്ടിൽ ലൈനിൽ ചെയ്യണം. അങ്ങനത്തെ ലൈനില് ഞാൻ ലൈനിലാക്കി തരാം. ശരി, അന്ന് കേട്ടു നോക്ക്. ലൈനാക്കാൻ ഞാൻ എടുക്കണ. ചിക്കപ്പൊക്ക് ചിക്കപ്പൊക്ക് റെയിലേ കലക്കില് പാറുന്ന സ്റ്റൈലേ ചിക്കുവാറ് ചിക്കുവാറ് മയിലേ ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൂലേ ജീൻസും പാന്റ് ഞാൻ പോട്ടാച്ചി മോട്ടോർ സൈക്കിളിലെ ബന്ധാച്ചി ചിക്കപ്പൊക്ക് ചിക്കപ്പൊക്ക് ഉണ്ടാങ്ങ ഉണ്ടാങ്ങ ചിക്കപ്പൊക്ക് ചിക്കപ്പൊക്ക് ഉണ്ടാങ്ങ ഉണ്ടാങ്ങ. അത് വേണ്ട. ഈ കിണ്ടാങ്കി അതൊന്നും പറ്റില്ല. ഇതൊക്കെ മാപ്പിളപ്പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടില്ല. അതിന് വേണമെങ്കിൽ ഇവിടെ VM കുട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കൊണ്ട് ചെയ്യിച്ചോളാം. ഇത് പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതുവരെ അധികം കോമൺ ആയിട്ടില്ല ഈ കൊങ്കണി പാട്ടുകളൊക്കെ ഇല്ലേ? കൊങ്കണി പാട്ടുകൾ അതും ഈ മാപ്പിളപ്പാട്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാവും. പാട്ട് മിക്സ് ചെയ്യണം. മാപ്പിളപ്പാട്ടുമായിട്ട് മിക്സ് ചെയ്താൽ ഒരു പുതിയ വെറൈറ്റി ആവൂലേ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊങ്കണി പാട്ട് മുസ്ലിങ്ങാനായിട്ട് പാടണം. പാടിത്തരാം. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയണം. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായി. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ പൂൾ വെച്ചില്ലേ എന്തോരോ ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുടയർന്ന് ഇങ്ങനെയൊരു പാട്ട്
10 വർഷത്തോളം അടുക്കുമ്പോഴാണ് ചാലക്കുടിക്കാരൻ കലാഭവൻ മണിക്കായി പുറത്തിറക്കിയിരിക്കുന്നത്. ചാലക്കുടിക്കാരനായ സൂര്യകൃഷ്ണയുടെ വരികൾക്ക് MS രാധാകൃഷ്ണനാണ് സംഗീതം പാടിയിരിക്കുന്നത്. സിനിമാ ലോകത്ത് മിന്നും താരമായിരുന്ന മണിച്ചേട്ടന് ഇങ്ങനെയൊരു കവിത സമർപ്പിക്കണം എന്നായിരുന്നു സൂര്യകൃഷ്ണയുടെ ആഗ്രഹം. നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. മനസ്സിൽ നിന്നും അങ്ങനെ മായുന്നില്ല അല്ലേ? കലാഭവൻ മണിയെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷവും മലയാളികളുടെ മനസ്സിൽ നെഞ്ചിൽ ഇപ്പോഴും തുടിക്കുന്ന അത്ഭുത പ്രതിഭയാണ് കലാഭവൻ മണി എന്ന അത്ഭുത പ്രതിഭ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും നാം മണിയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കും. എന്തുകൊണ്ടാണ് മണിയെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത്? മണിയിൽ നിന്ന് ഇനിയും പലതും അറിയാനും പഠിക്കാനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഞങ്ങൾ ഈ പാട്ടിലൂടെ നൽകുന്നു. മണി പ്ലസ് അൽജറസ്. ഈ പാട്ടിനൊരു പ്രത്യേകതയുള്ളത് മലയാള വാക്കുകൾക്കൊപ്പം അറബി വാക്കുകളും ചേർത്ത് മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണിലാണ് ഈ പാട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്.